ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബി.ജെ.പിക്കെതിരെ രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്ക് 230 സീറ്റുകളിൽ കൂടുതൽ ലഭിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് തൊട്ടുപിന്നാലെ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് സംസാരിച്ച കെജ്രിവാൾ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും കേന്ദ്രത്തിലെ അടുത്ത സർക്കാരിന്റെ ഭാഗമാകുന്നത് AAP ആയിരിക്കുമെന്നും കെജ്രിവാൾ അവകാശപ്പെട്ടു. ജയിൽ മോചിതനായതിനു ശേഷം കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിൽ ഞാൻ വോട്ടെടുപ്പ് വിദഗ്ധരുമായും ജനങ്ങളുമായും സംസാരിച്ചു. ബി.ജെ.പി സർക്കാർ രൂപീകരിക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലായി. ഹരിയാന, രാജസ്ഥാൻ, കർണാടക, ഡൽഹി, ബീഹാർ, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ബി.ജെ.പിയുടെ ലോക്സഭാ സീറ്റുകൾ കുറയുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഒരു സംസ്ഥാനത്തും അവരുടെ സീറ്റുകൾ വർദ്ധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബി.ജെ.പിക്ക് 220 മുതൽ 230 സീറ്റുകളിൽ കൂടുതൽ ലഭിക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത്. ജൂൺ 4-ന് മോദി സർക്കാർ രൂപീകരിക്കില്ലെന്നാണ് ഇന്ത്യ സഖ്യം വിശകലനം ചെയ്യുന്നത്. ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമ്പോൾ ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. നരേന്ദ്രമോദിക്ക് 75 വയസ്സായതിനാൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പിൻഗാമിയാകുമെന്നും പ്രധാനമന്ത്രി അമിത്ഷായ്ക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ബി.ജെ.പി നേതാക്കൾ അവരുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇന്ത്യ സഖ്യത്തോട് ചോദിക്കുന്നു. അവരുടെ പ്രധാനമന്ത്രി ആരായിരിക്കുമെന്ന് ഞാൻ ബി.ജെ.പിയോട് തിരിച്ചു ചോദിക്കുന്നു. അടുത്ത വർഷം സെപ്റ്റംബർ 17-ന് മോദിക്ക് 75 വയസ്സ് തികയുകയാണ്. 75 വയസ്സുള്ള ആളുകളെ ബി.ജെ.പി മാറ്റി നിർത്തുന്നത് പതിവാണ്. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, സുമിത്ര മഹാജൻ എന്നിവർ വിരമിച്ചവരാണെന്നും അദ്ദേഹം പറഞ്ഞു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വിജയിച്ചാൽ മമതാ ബാനർജി, തേജസ്വി യാദവ്, MK സ്റ്റാലിൻ, പിണറായി വിജയൻ, ഉദ്ധവ് താക്കറെ എന്നിവരുൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളും ജയിലിലാകുമെന്നും കെജ്രിവാൾ അവകാശപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താൻ കെജ്രിവാളിനെ പ്രാപ്തരാക്കുന്നതിനായി സുപ്രീം കോടതി വെള്ളിയാഴ്ച ഇടക്കാല ജാമ്യം അനുവദിച്ചു. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം അവസാനിക്കാനിരിക്കെ ജൂൺ 2 വരെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കെജ്രിവാളിന്റെ പ്രചരണത്തിൽ ബി.ജെ.പിയുടെ പ്രചരണങ്ങൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ബി.ജെ.പിയെ കൈവിട്ട അവസ്ഥയിലാണ്. നിലവിൽ 220 സീറ്റുകളിൽ ബി.ജെ.പി ഒതുങ്ങുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രചരണം കൈവിട്ടതോടെ വർഗീയ കാർഡിറക്കി പ്രതിരോധിക്കാനാണ് ബി.ജെ.പി ഇപ്പോൾ ശ്രമിക്കുന്നത്.